السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا വസിദ്ന ഇൽമ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഇൻഷാ അല്ലാഹ് തുടർന്ന് പഠിച്ചിട്ടുള്ള ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് വരുന്നത് ഇന്ന് മഖാരിജുൽ ഹുറൂഫിൻ്റെ ഭാഗങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഓരോന്നായിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നതായിരിക്കും. മഖാരിജുൽ ഹുറൂഫി 17 على الذي يختاره من اختبر للجوف ألف وأختاها وهي حروف مد للهواء تنتهي. മഖാരിജുൽ ഹുറൂഫ് നമ്മൾ ലാസ്റ്റത്തെ ഇതിൽ മൻദൂമിൽ തന്നെ നമ്മൾ പഠിച്ചതാണ്. എന്ത് إذ واجب عليهم محتم قبل الشروع أولا أن يعلموا مخارج الحروف والصفات ليلفظوا بأفصح اللغات. ഇപ്പോൾ ഈ ഭാഗം നമ്മൾ മഖാരിജുൽ ഹുറൂഫ് എന്താണ്, മഖ്റജ് എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലമാണ് മഖ്റജ്. അതുകൂടാതെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സിഫത്തും അതിൻ്റെ കൂടെ നമ്മൾ അക്ഷരങ്ങൾക്കുണ്ട്. എന്തിനു വേണ്ടിയായി ഈ മഖ്റജ് പഠിക്കുന്നത്, ഈ സിഫത്തുകളും മഖാരിജൊക്കെ പഠിക്കുന്നത്? നന്നായി നല്ല രീതിയിൽ അക്ഷരങ്ങൾ വളരെ ക്ലാരിറ്റിയോടും കൂടി ഉച്ചരിക്കാനാണ്. ലിയൽഫിദു ബി അഫ്സഹിൽ ലുഗാത്ത്, നല്ല ഭംഗിയുള്ള രീതിയിൽ വളരെ ക്ലാരിറ്റിയോടും കൂടി ക്ലിയർ ആയിക്കൊണ്ടായിരിക്കണം അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. ഇതാണ് നമ്മൾ മഖ്റജ് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മളിപ്പോൾ മഖ്റജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളതിൻ്റെ കൂടെ നമ്മൾ പഠിച്ച അക്ഷരങ്ങളുടെ എത്ര അക്ഷരങ്ങളുണ്ട് അതൊക്കെ പിന്നീടുള്ള നമ്മളെ ലെസൺസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 29 അക്ഷരമാണ് അറബിക്ക് ഹുറൂഫുൽ ഹിജായിയയിലുള്ളത്. 29 അക്ഷരങ്ങൾക്കും എന്തുണ്ട്, മഖ്റജ് ഉണ്ട്. പക്ഷേ നമ്മളിവിടെ കൊടുക്കുന്ന അക്ഷരങ്ങൾക്ക് മൊത്തത്തിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് അത്രത്തോളം മഖ്റജ് കാണുന്നില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ 29 അക്ഷരങ്ങൾക്കും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ മഖ്റജ് ഉണ്ടാവും. പക്ഷേ നമ്മൾ മുമ്പ് വന്നിട്ടുള്ള ഇമാമിങ്ങൾ അവരെ പല രീതിയിലെ പ്രയത്നങ്ങൾ കാരണമാണ് അവർ ഈ ഓരോ മഖ്റജും കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ രത്നച്ചുരുക്കം എന്നുള്ളതിൽ അവർ ഏകദേശം അടുത്തടുത്ത മഖ്റജ് ഉള്ള അക്ഷരങ്ങൾക്ക് അവർ ഒരു മഖ്റജായിട്ട് ഒരു പുറപ്പെടുന്ന സ്ഥലമായിട്ടാണ് അവർ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഹംസ ഹ, ഇത് രണ്ടിനും നമ്മൾ മഖാറിജ് പഠിക്കുമ്പോൾ രണ്ടിനും ഒരേ ഒരു മഖ്റജായിട്ടാണ് പറയുന്നത്. ഒരേ ഒരു പുറപ്പെടുന്ന ആർട്ടിക്കുലേഷൻ പോയിന്റ് ഒന്ന് മാത്രമേ ഉള്ളൂ. കാരണം അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞില്ല, അതിൻ്റെ ഓരോന്നിലേക്ക് ഉള്ളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഓരോന്നിനും മഖ്റജ് ഉണ്ടാവും. പക്ഷേ ഇമാമിങ്ങൾ ഈ രീതിയിൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനും അവരെ അത്രത്തോളം ആ ഡീപ്പർ രീതിയിൽ പഠിക്കുന്ന സമയത്ത് അക്ഷരങ്ങളുടെ അത്രത്തോളം 29 അക്ഷരത്തിന് 17 മഖ്റജായിട്ടാണ് മനസ്സിലാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ മഖ്റജ് കമ്പയറിങ് ടു ലെറ്റേഴ്സിന് മഖ്റജ് കുറക്കാനുള്ള കാരണം ഇതേപോലെ ഏകദേശം ഓരോരാളും മനസ്സിലാക്കിയ രീതിയിൽ ഇമാമിങ്ങൾ തമ്മിൽ തന്നെ ഈ കാര്യത്തിൽ കുറേ ഓരോരാൾക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടായിരുന്നു, ഒരുപാട് അഭിപ്രായങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ ത്രൂ ആണ് ഈ മഖാരിജുകൾ പുറപ്പെടുന്ന സ്ഥലങ്ങളുടെ ഉത്ഭവങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് മഖാരിജുൽ ഹുറൂഫി 17, ഈ 17 മഖ്റജ് വന്നത് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ തന്നെ നമ്മൾ ഹാദ മുറക്കബുൻ ഹാദ മദ്ഹബുൻ മുറക്കബുൻ മിൻ മദ്ഹബൈ അൽ ഖലീൽ വസീബവി. അൽ ഖലീൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഖലീൽ എന്ന് പറഞ്ഞാൽ വലിയ പണ്ഡിതനാണ്. ഖലീലായിരുന്നു അക്ഷരങ്ങൾ ഓരോന്നും ടേസ്റ്റ് ചെയ്തുകൊണ്ട് അത്രയും അവർ മനസ്സിലാക്കി ഓരോന്നും ഇന്നെടുക്കുന്നതെന്ന് പുറപ്പെടുന്നെന്ന് മനസ്സിലാക്കി അവർ ഓരോന്നിനെയും
എഴുതിക്കൊണ്ട് തിട്ടപ്പെടുത്തിയിട്ട് എടുത്ത ഇമാമികളുടെ വലിയ ഇമാമാണ് അൽ ഖലീൽ അൽ ഫറാഹിദി. ആ ഇമാമ് പിന്നെ പറഞ്ഞതും അത് കൂടെ സിബവി ഖലീലിൻ്റെ സ്റ്റുഡൻ്റാണ്. അവർ പറഞ്ഞതും രണ്ടും കൂടി കൂട്ടിയിട്ടാണ് ഇവിടെ ഇബ്നുൽ ജസരി എന്ത് ചെയ്യുന്നത് 17 പിന്നെ മഖറജാണെന്ന് പറയുന്നത്. അപ്പോൾ അൽ ഖലീൽ പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ ജൗഫിൻ്റെ മഖാറിജിനെ പറ്റിയിട്ട് ഖലീൽ പറഞ്ഞു കൃത്യമായിട്ട്. നമ്മൾ ജൗഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ എം ടി സ്പേസ്, ഇൻഷാല്ലാ നമ്മൾ കൂടുതൽ വിശദീകരിച്ച് നമ്മളത് പറയും. അപ്പോൾ അത് ഇന്ന സ്ഥലത്തിന് പ്രത്യേകമായിട്ട് ഒരു അക്ഷരങ്ങൾ അവിടുന്ന് അല്ലെങ്കിൽ ഒരു സൗണ്ട്സ് അവിടുന്ന് പുറപ്പെടുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞത് ആരായിരുന്നു? ഖലീലായിരുന്നു. എന്നാൽ സീബവി അതിനെ എതിർത്ത്. സീബവി അത് ഓരോ അക്ഷരങ്ങൾ ഇപ്പം ആ ഈ ഉ അത് ആ എന്നുള്ള അലിഫിനെ അത് ഹംസയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അത് പറഞ്ഞാൽ അത് ഹംസൻ്റെ മഖ്റജാണ്, അതാണ് കറക്റ്റ്. പിന്നെ ഈ എന്നുള്ളത് യാൻ്റെ മഖ്റജ് നാവിൽ നിന്നാണ് അത് വരുന്നത്. വാവ് ഊ എന്നുള്ളത് അത് വാവിൽ നിന്നാണ്. അതല്ലാണ്ട് പ്രത്യേകം വേറെ ഇതിന് ജൗഫ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം മഖ്റജ് ഇല്ല എന്നുള്ളതിൽ സീബവി അങ്ങനെ ആ രീതിയിലാണ് അവർ മനസ്സിലാക്കി എടുത്തത്. എന്നാൽ പിന്നെ ഖലീലാണെങ്കിൽ അവർ മനസ്സിലാക്കി എടുത്തത് സീബോവിൻ്റെ പിന്നെ കമ്പയറിങ് നോക്കുമ്പോൾ ഇവർ എക്സ്ട്രാ ഈ ഒരു ജൗഫ് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നേരത്തെ ഇതേ പറഞ്ഞ പോലെ തന്നെ ഈ ജൗഫ് മാത്രമല്ല മറ്റുള്ള ഇത് പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് ഇന്നത് ജൗഫാണ്. ഇപ്പം നമ്മളിപ്പോൾ പഠിക്കുന്ന പോലെ ഇന്നത് ജൗഫാണ് ഇതാന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് അവർ എടുത്തു. പക്ഷെ ഓരോന്നിനും ഇങ്ങനെ സൗണ്ട്സ് ഇന്നെടുക്കുന്ന പുറപ്പെടുന്നുണ്ട് ഇന്നതുണ്ട് എന്നുള്ളത് അവർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഉള്ളത്ര പിന്നെ മഖാറിജ് ആ ടൈം പിന്നെന്താണ് അൽ ഖലീൽ പിന്നെന്താണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ കുറച്ചായിരുന്നു. ഒരു 9 മഖറജോളം അവർ ഇന്ന് ഓരോ അക്ഷരങ്ങൾക്ക് പിന്നെ മൊത്തമായിട്ട് അത്രയാണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ അവരായിരുന്നു ഇതിൻ്റെ തുടക്കമിട്ട ഇമാമിങ്ങളെ കൂട്ടത്തിലുള്ള ഇമാമ്, വൺ ഓഫ് ദി ഇമാമ് ഇവരായിരുന്നു. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടായിരുന്നു ആര് ചെയ്തത്? وترك الباقي مثل ترتيب سيبوي 16 16 സീബവി കൊണ്ടുവന്ന മഖ്റജും പിന്നെ ഫതകമലത്ത് മഖ്റജ് 17. അപ്പോൾ ആദ്യത്തെ ജൗഫും രണ്ടും കൂടി കൂട്ടിയിട്ടായിരുന്നു ഇബ്നുൽ ജസരി എന്ത് ചെയ്തത് 17 ആക്കി മാറ്റിയത്. അതാണ് ആരല്ലതി യഖ്താറുഹു മൻ ഇഖ്തബർ. ഇത് ആരൊക്കെയാണ് തിരഞ്ഞെടുത്തത്? ഇഖ്തിബാർ നടത്തിയിട്ട് പലതരം ടെസ്റ്റും കാര്യങ്ങളും നടത്തിക്കൊണ്ടായിരുന്നു ഈ രീതിയിൽ ഈ മഖ്റജുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാം വളരെ ഈസി ആയിട്ട് നമ്മളെ കയ്യിലെത്തിയിട്ടുള്ളത് അവർ പ്രയത്നങ്ങളും പല രീതിയിലുള്ള സ്വന്തമായിട്ടുള്ള പിന്നെ കണ്ടുപിടുത്തങ്ങളും കൊണ്ടാണ് ഇങ്ങനെ അക്ഷരങ്ങൾ ഇന്ന സ്ഥലത്തുനിന്ന് ഇന്ന രീതിയിലാണ് പുറപ്പെടുന്നതെന്ന് പറഞ്ഞിട്ട് പല വിധത്തിൽ എടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് മഖ്റജിൻ്റെ ഈ പറയുന്ന രീതിയിൽ വന്നത്. അപ്പം മെയിൻ നമുക്ക് 17 മഖ്റജാണ് എങ്കിലും നമുക്ക് മെയിൻ മഖാറിജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട മഖ്റജ് എവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഓരോ പുറപ്പെടുന്നത് മെയിൻ മഖ്റജ്. അത് പിന്നീട് അത് ഓരോന്നും ഡിവൈഡ് ചെയ്തിട്ട് മുന്നോട്ട് നമ്മൾ നീങ്ങുമ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും ഇത്ര ഉണ്ട് മഖ്റജ് ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കും. ഇൻഷാല്ലാ ഇവിടെ നമുക്ക് കാണാമെന്നുള്ളത് 4 മഖ്റജായിട്ടാണ്. ചില സ്ഥലങ്ങൾ നമുക്ക് അത് 5 ആയിട്ടും കാണാം. 4 മെയിൻ സംഭവങ്ങൾ. ഒന്ന് അൽ ജൗഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എം ടി സ്പേസ്, വായിൻ്റെ ഉള്ളിലുള്ള എം ടി ഭാഗം, തൊണ്ടൻ്റെ വായിൻ്റെ ഉള്ളിലെ എം ടി ഒന്ന് കാലിയായിട്ടുള്ള ഭാഗത്തിനാണ് ജൗഫ് എന്ന് പറയാം. ഇനി അടുത്തത് ഹലഖ് എന്ന് പറഞ്ഞാൽ തൊണ്ടൻ്റെ ഭാഗങ്ങളാണ് ഹലഖ്, ത്രോട്ട്. പിന്നെ വരുന്നത് ഫം എന്ന് പറഞ്ഞാൽ വായ. അപ്പോൾ വായിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ 3 സെക്ഷനായിട്ട് ഇവർ എഴുതാക്കിയിട്ടുണ്ട്. ഒന്ന് അൽ ഹനക്കിൽ ആല എന്ന് അപ്പർ പാല്, നമ്മളെ അണ്ണാക്ക്, മേലെ അണ്ണാക്ക്. പിന്നെ രണ്ടാമത്തെ വരുന്നത് ലിസാൻ, നാവ്. അപ്പോൾ നാവ് പിന്നെ നമുക്ക് നാവിൻ്റെ മഖാറിജ് ഒരുപാടുണ്ട്. അത് ഇൻഷാല്ലാ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും.
പിന്നെ വരുന്നത് അസ്നാൻ, പല്ലുകൾ. പിന്നെ വരുന്നത് ഷഫത്താൻ, ചുണ്ടുകൾ. അപ്പം ഇത് പ്രത്യേകമായിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. പിന്നെ വരുന്നത് ഖൈഷൂം, തരിമൂക്ക്, നാസൽ ക്യാവിറ്റി. അപ്പോൾ ആ തരിമൂക്ക് എന്ന് വരുന്ന മഖ്റജ്. അപ്പോൾ ഇതാണ് 4 മഖ്റജ്. ഒന്ന് ജൗഫ്, ഹൽഖ്, ഫെമ്മ്, ഖൈഷൂം. ചില സ്ഥലങ്ങളിൽ നമുക്ക് ജൗഫ്, ഹൽഖ്, ഫെമ്മ്, ഷഫത്താൻ, പിന്നെ ഖൈഷൂം. ഫെമ്മിന് പകരം പിന്നെ ചിലത്ത് പിന്നെ ലിസാൻ, ഷഫത്താൻ, ഖൈഷൂം അങ്ങനെ കാണാം. അഞ്ചായിട്ടും കാണാം. എന്തെന്നാലും എല്ലാം ഈ പറയുന്ന മെയിൻ സെയിം തന്നെയാണ്. മെയിൻ ആയിട്ടുള്ള മഖാരിജ് റഈസിയ ലിൽ ഹുറൂഫ്, മെയിൻ ആർട്ടിക്കുലേഷൻ പോയിന്റ്സ് ഓഫ് ദ ലെറ്റേഴ്സ്. ഇതാണ് നമുക്ക് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് നമ്മൾ നാവിൻ്റെ സെക്ഷൻസ്. നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് നാവിൻ്റെ സെക്ഷന്. കാരണം എല്ലാം നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വെച്ചിരിക്കണം. എന്താണെന്ന് വെച്ചാൽ എന്നതാണ് നമുക്ക് ഈ മഖാറിജ് നമുക്ക് പറയുന്ന സമയത്ത് എളുപ്പം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇന്നെടുത്താന്ന് മഖാറിജ് എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് കൂടുതലും നമ്മൾ ഇങ്ങനത്തെ മഖാറിജിൻ്റെ വാക്കുകൾ കൂടുതൽ കൂടുതൽ ഉപയോഗിക്കൽ നമ്മൾ ഈ അറബിയിലാണ്. അപ്പോൾ അറബി മനസ്സിലാക്കി പഠിച്ചു വെക്കുന്നത് ബെസ്റ്റ് സംഭവമായിരിക്കും. ഒന്ന് ജദ്റുൽ ലിസാനാണ് നമ്മൾ പിന്നെ റൂട്ട് ഓഫ് ദ ടങ്, നമ്മളെ നാവിൻ്റെ തുടക്കം തന്നെ വരുന്ന ഭാഗം വരുന്നത്, അത് നമ്മളെ തൊണ്ട കഴിഞ്ഞിട്ടുള്ള വരുന്ന ഭാഗത്തിനാണ് ജദ്റുൽ ലിസാൻ. അത് പിന്നെ അഖ്സൽ ലിസാൻ, അത് കഴിഞ്ഞിട്ടുള്ള അങ്ങേയറ്റം എന്ന് പറയും മലയാളത്തിൽ, നാവിൻ്റെ അങ്ങേയറ്റം. പിന്നെ അടുത്തത് വരുന്നത് വസത്തുൽ ലിസാൻ, നാവിൻ്റെ നെടുഭാഗം, മിഡിൽ ഓഫ് ദ ടങ്, നടുക്കത്തെ ഭാഗത്തിനാണ് വസത്ത് എന്ന് പറയാം. പിന്നെ തറഫുൽ ലിസാൻ, നാവിൻ്റെ അറ്റത്തേക്ക് വരുന്ന മുന്നോട്ടേക്ക് വരുന്ന അതിനാണ് ടിപ്പ് ഓഫ് ദ ടങ്, അതാണ് തറഫുൽ ലിസാൻ. പിന്നെ വരുന്ന നാവിൻ്റെ ലാസ്റ്റ് ഭാഗം അതാണ് നമ്മളെ റഅസുൽ ലിസാൻ, നമ്മളെ തുമ്പ് ലാസ്റ്റത്തെ ഭാഗം വരുന്നത്, അതിനാണ് തറഫുൽ ലിസാൻ. ഇനി നമ്മളെ നാവിൻ്റെ സൈഡ് ഭാഗങ്ങളും ഇതേപോലെ ഡിവൈഡ് ചെയ്തിട്ട് ഉണ്ട്. ഒന്ന് ഇതേപോലെ തന്നെ അഖ്സൽ ഹാഫ, എഡ്ജ് ഭാഗം, നമ്മളെ സൈഡ് ഭാഗം ഉണ്ടല്ലോ, അത് അഖ്സൽ ഹാഫ. പിന്നെ മൊത്തത്തിൽ ഈ മൊത്തത്തിന് എന്തിനാ പറയുക, ഹാഫത്തുൽ ലിസാൻ എന്ന് പറയും. മൊത്തം എഡ്ജിന് നമ്മൾ പറയുക ഹാഫത്തുൽ ലിസാൻ, ഈ നാവിൻ്റെ എഡ്ജിന്. അതിന് 3 രീതിയിൽ നമ്മൾ പറയുന്നതാണ്. അഖ്സൽ ഹാഫ, അദ്നൽ ഹാഫ, ക്ലോസസ്റ്റ് പാർട്ട് ഓഫ് ദ എഡ്ജ്, അതാണ് അദ്ന. ഇനി അടുത്തത് ടിപ്പ് ഓഫ് ദ എഡ്ജ്, അതാണ് മുൻതഹൽ ഹാഫ. ഇതേപോലെ തന്നെ പിന്നെ നാവ് പോലെ തന്നെ ഭാഗങ്ങളുണ്ട്, പല്ലിനും ഇതേപോലെ പിന്നെ ഭാഗങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ പല്ലെന്ന് പറയുന്നത് നമുക്ക് സംസാരിക്കുന്നതും അതുകൂടാണ്ട് നമ്മളെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ചൂസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ 2 രീതിയിലും നമ്മൾ പല്ല് ഉപയോഗപ്പെടുത്തുന്നു. നമ്മൾ പല്ല് 2 ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പല്ല് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രായമുള്ള ആൾക്കാർ പല്ലെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് സംസാരം ക്ലിയർ ഉണ്ടാവില്ല. കാരണം പല്ലില്ലാത്തവരുടെ സംസാരം ഒരു ഇതുപോലെ ഉണ്ടാകും. അതിലൊരു സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. നമുക്ക് പല്ലിൽ നിന്നും നമ്മൾ ഓരോ സെക്ഷനും നമ്മൾ നാവ് ഓരോ ഭാഗങ്ങളിൽ പല്ലിലേക്കും കൂടി ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ അക്ഷരങ്ങൾ ക്ലിയർ ആവുന്നത്. അപ്പോൾ കറക്റ്റ് നമ്മൾ മഖ്റജ് നമ്മൾ ഇന്ന സ്ഥലത്താണ് നമ്മൾ പല്ലിൻ്റെ അടുത്തേക്ക് മുട്ടേണ്ടത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ എന്തായി, മഖ്റജ് ക്ലിയറായി, കറക്റ്റ് ക്ലാരിറ്റി വന്നു. അതല്ലെങ്കിൽ എന്താവും, ഈ പറഞ്ഞ പോലെ തെറ്റ് വരും. അതിൽ വരുന്നത് നമുക്ക് പിന്നെ പല്ലിൻ്റെ സനായ സെൻട്രൽ ഇൻസിസ്റ്റർ, അതാണ് 4 ഭാഗമാണ്. 4 വെച്ചാൽ പിന്നെന്താണ് മേലത്തതും താഴത്തതും രണ്ടും കൂട്ടിയിട്ടാണ് 4 ഭാഗം വരുന്നത് സനായ. ഇനി അറബായിയാത്ത് ലേറ്റർ ഇൻസിസ്റ്റേഴ്സ്, അതാണ്
ഇതുപോലെ തന്നെ 4 ഉള്ളത്. ഇനി അടുത്തത് അൽ അന്യാബ്. അന്യാബ് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ നമ്മൾ ഒരു മഞ്ഞ കളറിൽ നമുക്ക് ഇപ്പുറത്തെ ഒരു സൈഡിലേക്ക് പല്ലിൻ്റെ നടുക്കത്ത് നിന്ന് സൈഡിലേക്ക് വരുന്ന ഭാഗങ്ങളിലേക്കാണ് അനിയാബ് എന്ന് പറയുക. പിന്നെ വരുന്നത് അദ്ദവാഹിക്, പ്രീ മോളാസ്. പിന്നെ അത്തവാഹിൻ. ഇതൊക്കെ 4 വന്നിട്ടുണ്ട്. അത്തവാഹിൻ ആണെങ്കിൽ അത് മോളാസാണ്. അത് എത്ര വരുന്നത്? 12 എണ്ണം ഉള്ളത് മൊത്തത്തിൽ, മേലെയും താലും കൂടി വരുന്നത് അത്തവാഹിൻ 12 വരുന്നത്. ഇനി അടുത്തത് വരുന്നത് അന്നവാജിദ്, അത് 4 എണ്ണം. അപ്പം ബാക്കിയെല്ലാം 4, മേലത്തതും താഴത്തതും കൂട്ടിയിട്ട് 4 എണ്ണമാണ്. തവാഹിന് മാത്രമേ ഉള്ളൂ ഇത്ര 12 വരുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ അണ്ണാക്കിൻ്റെ ഭാഗങ്ങൾ, അത് അപ്പർ പാലെ, മേലത്തെ അൽ ഹനക്കിൽ അല എന്ന മേലത്തെ അണ്ണാക്ക്, ആ ഭാഗങ്ങൾ എത്രയെല്ലാം വരുന്നെന്നുള്ളത്. ഒന്ന് നമ്മൾ ഈ പിന്നെ തുടക്കം തന്നെ വരുന്ന മേലത്തെ ഒരു എന്താ പറയുക, ഒരു സ്റ്റിച്ചിട്ട പോലത്തെ രീതിയിൽ വരുന്ന ഭാഗത്തിനെന്ന് പറഞ്ഞാൽ അല്ലിസ എന്ന് പറയും. ഗമ്മിൻ്റെ ഭാഗം. പിന്നെ വരുന്നത് അതിൻ്റെ തൊട്ട് മുന്നോട്ട് വരുമ്പോൾ തന്നെ മുഖദ്ദിമുൽ ഹനക്ക്, പ്രീ പാലി ഏരിയ. ഇനി അടുത്തത് അതിൻ്റെ കുറച്ചും കൂടി മുന്നോട്ടേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള ഏരിയ വരും നമുക്ക് നടുക്കേക്ക് വരുമ്പോൾ. അതിന് ഹനക്കിൽ ആവ്മി എന്ന് പറഞ്ഞാൽ അവിടെ എല്ലിൻ്റെ ഭാഗം വരുന്നത് ആ ഒരു ഹാർഡ് ഏരിയ, അതിന് ഹാർഡ് പാലേ എന്ന് പറയും. പിന്നെ വരുന്നത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം, അത് നമുക്ക് പിന്നെ ഹനക്കിൽ ലഹ്മ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇറച്ചി ഭാഗം വരുന്ന രീതിയിൽ ഹനക്കിൽ ലഹ്മി, അതാണ് സോഫ്റ്റ് പാലെ. പിന്നെ ലാസ്റ്റ് നമ്മൾ തൊണ്ടൻ്റെ അങ്ങോട്ടേക്ക് എത്തുന്ന രീതിയിലുള്ള അണ്ണാക്കിലേക്ക് വരുന്നത് വേണം അല്ലഹാത്ത് എന്ന് പറഞ്ഞാൽ ഒലു, ആ ഭാഗത്തേക്കാണ് അല്ലഹാത്ത് എന്ന് പറയാം. ഇതാണ് മൊത്തത്തിൽ നമ്മളെ ഹനക്കിൻ്റെ ഭാഗങ്ങൾ വരുന്നത്. ഇതാണ് നമ്മളെ വായിൻ്റെ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് നമ്മളതിന് മുന്നത്തെ ഇതിലെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ സൗണ്ട്സ് ഏത് രീതിയിലാണ് പുറപ്പെടുന്നത്. എല്ലാം ഓരോന്നും ഓരോ ലെറ്ററിനെയും നമുക്ക് ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. ഇനി ജൗഫ് എന്ന് പറഞ്ഞ രീതി എന്താണ്, എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ അതും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ത് 2 രീതിയിലാണ് പിന്നെ അക്ഷരങ്ങളുണ്ടാവും. ഒന്ന് മുഖദ്ദറും ഒന്ന് മുഹഖഖും. മുഖദ്ദർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മുഖദ്ദറും മുഹഖഖും രണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കാണിക്കാൻ പറ്റും, ഇന്ന് തൊട്ട് നമുക്ക് കാണിക്കാം, ഇന്നെടുത്താണ് ഈ അക്ഷരം പുറപ്പെടുന്നത്, ഇന്നതാണ് അക്ഷരം വരുന്നതെന്നുള്ള കാണിക്കാൻ പറ്റുന്നതും അതേപോലെ കാണിക്കാൻ പറ്റാത്തതുമായതാണ്. അതിന് 2 വിധത്തിലാണ് അക്ഷരങ്ങളുടെ പിന്നെ പുറപ്പെടുന്നത്. അപ്പോൾ ഈ ജൗഫ് എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ജൗഫിലേക്കാണ് നമ്മൾ പോകുന്നത്. ജൗഫ് എന്ന് പറഞ്ഞാൽ എന്താ? ജൗഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി നമ്മൾ കുറേ പ്രാവശ്യം അത് സംസാരിച്ചിട്ടുണ്ട്, അറിയുകയും ചെയ്യുന്നതാണ്. നമ്മൾ നോർമൽ അക്ഷരം മധ്യ അക്ഷരങ്ങളുടെ ഉപയോഗിക്കുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ ജൗഫ് എന്ന് പറയാം. ഇപ്പം മധ്യാക്ഷരത്തിൻ്റെ മെയിൻ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് 3 അക്ഷരങ്ങളാണ് മധ്യാക്ഷരങ്ങളിൽ വരുന്നത്. ഒന്ന് ഫത്ഹ, അലിഫ് വമഖബ്ലഹു ഫത്ഹ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള അലിഫിന് സുക്കൂനായിരിക്കും, പക്ഷെ അതിന് തൊട്ട് മുന്നത്തെ എന്തായിരിക്കും? ഫത്ഹ ആയിരിക്കും. അപ്പം ഇപ്പം നമ്മൾ ഖാല അങ്ങനെ. ഇനി അടുത്തത് സുക്കൂനുള്ള വാവ്, അതിന് തൊട്ട് മുന്നത്തത് ദമ്മായിരിക്കും, യഖൂലു. ഇനി അതേപോലെ തന്നെ സുക്കൂനില്ല യാ, പക്ഷെ അതിന് തൊട്ട് മുന്നത്തെ എന്തായിരിക്കും? കസ്റായിരിക്കും, ഖീല. അപ്പം ഈ മദ് അക്ഷരങ്ങളുടെ ബേസ് അക്ഷരങ്ങളാണ് എന്ത്, നമ്മളെ ഈ പറയുന്ന മദ് നമ്മൾ ദീർഘത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അക്ഷരങ്ങളാണ് ഈ അലിഫ് വാവ് യ മദ് അക്ഷരങ്ങൾ. ജൗഫ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് എന്താണ് ജൗഫ്, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ജൗഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ വായൻ്റെ എംപ്റ്റി സ്പേസ്, അതുകൂടാണ്ട് ത്രോട്ടിൻ്റെ എംപ്റ്റി സ്പേസ്, ഈ രണ്ടും കൂടി കൂടുന്ന സ്ഥലത്തിനാണ് ജൗഫ് എന്ന് പറയുക. അൽ ജൗഫ് വയഷ്മിലു തജ്വീഫിൽ ഹൽഖ് വ തജ്വീഫിൽ ഫം. തൊണ്ടൻ്റെ എംപ്റ്റി സ്പേസും പിന്നെ നമ്മുടെ വായൻ്റെ മൗത്തിൻ്റെ
എം ടി സ്പേസും കൂടി ചേർന്നതിനാണ് നമ്മൾ എന്താ പറയുക, ജൗഫ് എന്ന് പറയുക. അപ്പോൾ ലിൽ ജൗഫി അലിഫുൻ വ ഉഖ്താഹ, ലിൽ ജൗഫി അലിഫുൻ വ ഉഖ്താഹ. അപ്പോൾ ജൗഫ് എന്ന് പറയുന്ന സംഭവം ഈ എം ടി സ്പേസിൽ നിന്ന് പുറപ്പെടുന്നത് എന്താണ്? അലിഫ് പുറപ്പെടുന്നുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതെന്ന് യഖ്റുജു മിനൽ ജൗഫ് ഹുറൂഫുൽ മദ് സലാസ, 3 മദ് അക്ഷരങ്ങൾ പിന്നെ പുറപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് വരുന്നതാണ് അലിഫ്. നമ്മളിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അലിഫ് മദ്ദിയ, വാവ് മദ്ദിയ, യാ മദ്ദിയ. ദ ലെങ്തനിങ് അലിഫ്, ദ ലെങ്തനിങ് വാവ് ആൻഡ് ദ ലെങ്തനിങ് യാ. ഈ 3 ഇതിൽ നിന്ന് പുറപ്പെടുന്നത്. ഇത് ഹുറൂഫുൽ മദ് എന്താ സംഭവിക്കുന്നത്? ഓരോ മദ് അക്ഷരങ്ങളും പുറപ്പെടുമ്പം നമ്മളെ വോക്കൽ കോഡിന് അവിടെ ഒരു എന്ത് വരുന്നത്, ഒരു വൈബ്രേഷൻ വരും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഊ പറയുമ്പോൾ തന്നെ നമുക്ക് ആ വൈബ്രേഷൻ ശരിക്കും ഫീൽ ചെയ്യും. അപ്പോൾ നുസിബത്ത് ഹുറൂഫുൽ മദ് ഇലൽ മജ്റ സൗതി. മജ്റ സൗതി എന്ന് പറഞ്ഞാൽ ആ സൗണ്ട് പാസിങ് എന്താണ്? കുല്ലുഹു ലിഅന്നഹ തഖ്റുജ് ബിഅഖല്ലിൻ ദിഗാത്ത്. വളരെ ചെറിയ അതിന് ശരിക്കും ഈ സൗണ്ട്സ് പുറത്തേക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ട് എന്തില്ല, ഭയങ്കര പ്രഷർ ആവശ്യമില്ല. വളരെ ലീസ്റ്റ് പ്രഷർ ഇതിന് ഈ സൗണ്ട്സ് പുറപ്പെടാൻ വേണ്ടുള്ളൂ. അപ്പോൾ ഓരോ ഇതിൽ നിന്നും ത്രോട്ടിൽ നിന്നും ഇത് പുറപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ആ കാലി ഭാഗത്തു നിന്ന് ഇത് വരുന്ന സമയത്ത്, ആ ജൗഫ് എന്ന് വരുമ്പോൾ ആ ഒരു വൈബ്രേഷന് കൂടിയിട്ടാണ് ഈ സൗണ്ട്സ് പുറപ്പെടുന്നത്. അപ്പോൾ പക്ഷേ ഓരോ അക്ഷരങ്ങളുടെ എന്ന് വെച്ചാൽ ഓരോ ലെറ്ററിന് ഓരോ രീതിയിലാണ് ഇത് വരാം. എന്നാൽ നാവിൻ്റെ പൊസിഷന് ഓരോന്നിലും മാറ്റം വരും. നാവിൻ്റെ പൊസിഷന് അലിഫ് പറയുന്ന സമയത്ത്, അലിഫ് മദ്ദിയ പറയുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്നാൽ ഇഫയക്കൂനുൽ ലിസാനു ഫി വദ്ഇ റാഹ, നല്ല വളരെ എന്തായിട്ടാണ്, റിലാക്സ്ഡ് ആയിട്ടായിരിക്കും ഈ അലിഫ് ഉണ്ടാവുക. എന്നാൽ അലിഫ് മദ് അലിഫ് ഇതാക്കുമ്പോൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പറയുമ്പോൾ നമ്മൾ നാവനങ്ങുന്നേ ഇല്ല എന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും. ആ മദ് അക്ഷരം നമ്മൾ പറയുമ്പോൾ ആ സംഭവം അനങ്ങുന്നേ ഇല്ല, നമ്മൾ നാവ് അവിടെ നിന്ന് അനങ്ങുന്നില്ല. ഉയർത്തഫിഉ വസതഹു ഫില്യ, അതിൻ്റെ നടുഭാഗം ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ യാ പറഞ്ഞു നോക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് യാ, ഇപ്പോൾ ഖീല ഖീല എന്ന് പറയുമ്പോൾ നമ്മുടെ നാവിൻ്റെ നടുഭാഗങ്ങൾ എന്താ സംഭവിക്കുന്നത്, അവിടെ ഒരു ചലനം സംഭവിക്കുന്നുണ്ട്. ഉയർത്തഫിഉ വസതഹു, അവിടെ എന്താ വരുന്നുണ്ട്, ഈ നാവിൻ്റെ മിഡിൽ പാർട്ട് എന്താ സംഭവിക്കുന്നത്, അതൊന്ന് റേസ് ആകുന്നുണ്ട്, ഒന്ന് കുറച്ചൊന്ന് ഉയരുന്നുണ്ട്. ഈ എന്ന് പറയുമ്പോൾ ഓരോന്നും നമ്മൾ പരിശ്രമിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ വാവിൻ്റെ സ്ഥലത്ത് വരുമ്പോൾ മധ്യ അക്ഷര വാവ് വരുമ്പോൾ യുർതഫഉ അഖ്സാഹു, അഖ്സ ഭാഗം എന്ത് വരുന്നത്, മിനൽ വാവ് ഫിൻദിമാം മഅൻദിമാം അഷ്ഫതൈൻ. വാവിന് നമ്മൾ നേരത്തെ പോലെയല്ല, സൗണ്ട് ജൗഫിൽ നിന്നിൻ്റെ നടുക്കത്തെ ഭാഗത്ത് നിന്ന് തന്നെയാണ് പുറപ്പെടുന്നതെങ്കിലും കൂടി അതിൻ്റെ കൂടെ നാവിൻ്റെ പൊസിഷൻ, ഇപ്പം നമ്മൾ യാ പറഞ്ഞ പോലെ നാവിൻ്റെ നിന്നും ഇത് വരുന്നുണ്ട്, നടുക്കത്തെ അക്സൻ്റെ ഭാഗം നേരത്തെ നടുക്കാന്ന് ഇത് നാവിൻ്റെ ഭാഗം വരുന്നത്. നാവിൻ്റെ അക്സ ഭാഗം കൂടി നാവിൻ്റെ ഫർദസ്റ്റ് പാർട്ട് ഓഫ് ദ ടങ്ങിനാണ് അക്സ എന്ന് പറയാം. അവിടെ നിന്നും കൂടിയിട്ട് ഈ വാവിന് ഊ എന്ന് പറയുമ്പോൾ നോക്കിയ ഊ യഖൂലു യഖൂ ഊ എന്നാ ശരിക്കും നമുക്കത് ഫീൽ ചെയ്യും, ആ നാവിൻ്റെ ആ ഭാഗം ചലിക്കുന്നതായിട്ട്. അത് കൂടാണ്ട് നമുക്ക് ചുണ്ടും കൂടി എന്താകുന്നുണ്ട്, റൗണ്ട് ആകുന്നുണ്ട്. ചുണ്ടും കൂടി റൗണ്ടായി വരുന്നു. ഈ ഒരു കാരണത്താലാണ് ഇപ്പോൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ യാൻ്റെ വാവിൻ്റെ മദ്യ മദ്ദ അക്ഷരങ്ങളുടെ യാനും വാവിനും നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ വായൻ്റെ ഭാഗം ഒനുസിബത്ത് അൽവാ വല്യ ഗൈർ മദ്ദിയ ഇല മഖ്റജൈഹിമ. മഖ്റജൈഹിമ അതിൻ്റെ നാവിൻ്റെ പുറപ്പെടുന്ന അക്ഷരങ്ങളിൽ വരുന്ന ഒരു അക്ഷരം യാവും കൂടിയാണ്. അതുകൂടാണ്ട് വാവ് ചുണ്ടിൻ്റെ അക്ഷരങ്ങളിലും കൂടിയാണ്. അത് കൂടുതൽ അതിലേക്കാണ് കൂടുതൽ
നമുക്ക് ജൗഫിനെക്കാട്ടി കൂടുതൽ കേൾക്കുമ്പോൾ നമുക്ക് അതിലേക്കാണ് കൂടുതൽ പോകുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ സീബവിക്കലും അവിടുന്ന് ആയിരിക്കും ഈ മഹറജ്, ഇത് ഇവിടുന്ന് തന്നെയാണെന്നുള്ള രീതിയിൽ ആ ഒരു പിന്നെന്താണ് അഭിപ്രായ വ്യത്യാസം വരാനുള്ള വൺ ഓഫ് ദ റീസൺ ഇതായിരിക്കും. അല്ലാഹു അലം. അപ്പോൾ കാരണം ഈ ഒരു പ്രഷർ, സൗണ്ടിൻ്റെ പ്രഷർ കൂടുതൽ എന്താവുന്നത് ഈ രീതിയിലേക്ക് ഇവിടത്തേക്കാണ് ഫോക്കസ് കൂടുതൽ വരുന്നത്. അപ്പം അത് കാരണത്താലാണ് ഈ വിധത്തിൽ വന്നിട്ടുണ്ടാവും. അപ്പം 3 അക്ഷരങ്ങളാണ് ജൗഫിൻ്റെ വരുന്നത്. അപ്പോൾ അതിൽ ലിൽ ജൗഫി അലിഫുൻ ഉഖ്താഹ വഹിയ ഹുറൂഫു മദ്ദിൻ ലിൽ ഹവാഇ തൻതഹി. അതിന് ഹുറൂഫ് മദ് ഇപ്പം നമ്മൾ പറഞ്ഞ് ഹുറൂഫുൽ മദ് ഏതെല്ലാന്ന് അലിഫ്, ആ, ഈ, ഊ, ഈ 3 സൗണ്ട്സാണ് ജൗഫിൻ്റെ സൗണ്ട്സ്, ഹുറൂഫുൽ മദ്. അപ്പം ഈ അക്ഷരങ്ങളാണ് നമുക്ക് ജൗഫിൻ്റെ അക്ഷരങ്ങളാക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ആദ്യത്തെ ഭാഗമായിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ സെക്ഷനും ഓരോന്നും നമ്മളിപ്പോൾ ജൗഫ് എവിടുന്ന എന്താന്ന് പറയുമ്പോൾ നേരെ നമ്മൾ അലിഫ് വാവിയ എന്ന് പറയാൻ പാടില്ല. അപ്പോൾ ഓരോന്നിനും സ്പെസിഫൈ ചെയ്ത് വരും. ഹുറൂഫുൽ മദ് എന്ന് തന്നെ പറയണം. ലെങ്തനിങ് ലെറ്റേഴ്സ്, നമ്മുടെ മദ്ദക്ഷരങ്ങൾ അത് കൃത്യമായിട്ട് നമ്മൾ പറയണം. ഈ ജൗഫിൽ മദ്ദക്ഷരങ്ങളായിട്ടാണ് പ്രത്യേകം പറയുന്നത്. കാരണം വെച്ചാൽ ഓരോ സാധാ അലിഫിനാണെങ്കിൽ അത് മഖറജ് വേറെയാണ്. അലിഫിൻ്റെ ഹംസ മഖറജ് വരുന്നത് എവിടെ നിന്നാണ്? ഹംസൻ്റെ മഖറജ് പിന്നെ ആ എന്നുള്ള സൗണ്ട്, അ അ മ കൂൽ അ എന്നുള്ള സൗണ്ട് വരുന്നത് എന്നാണ്. അത് മദ്ദല്ലെങ്കിൽ മദ്ദക്ഷരമല്ല ഹംസയിലേക്ക് പോകുമ്പോൾ അത് വരുന്നത് നമുക്ക് തൊണ്ടയിൽ നിന്നാണ്. അതേപോലെ യാൻ്റെത് നാവിൽ നിന്നാണ്, വാവിൻ്റെത് ചുണ്ടിൽ നിന്നാണ്. അതുകൊണ്ട് അലിഫ് വാവ് യാ എന്ന് മാത്രം പറയാൻ പാടില്ല. ഇതിന് അലിഫ് മദ്ദിൻ്റെ അക്ഷരങ്ങളായ അലിഫ് വാവ് യാ, അതിലേക്ക് ഈ പറഞ്ഞ പോലെ സുക്കൂനുള്ള അലിഫ് അതിന് തൊട്ട് മുന്നത്തേത് ഫത്ഹായിരിക്കണം, സുക്കൂനിലെ വാവ് അതിന് തൊട്ട് മുന്നേ ദമ്മായിരിക്കണം, സുക്കൂനിലെ യാ അതിന് തൊട്ട് മുന്നേ കസ്റായിരിക്കണം. ഇതാണ് മദ്ദക്ഷരങ്ങളുടെ നിയമങ്ങളിൽ വരുന്ന ഈ പറയുന്ന രീതിയിൽ മറ്റ് വരുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജൗഫ് പുറപ്പെടുന്നത്. ഓക്കെ, ഇതാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി വരുന്ന ഭാഗങ്ങൾ നമ്മൾ തൊണ്ടൻ്റെ അക്ഷരങ്ങളും കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാവുന്നതാണ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനക റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.